ഹലോ നമസ്കാരം. അപ്പോൾ ഇതാ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പ്രിൻറ്റുകൾ വീണ്ടും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സ്. പക്ഷേ നമുക്കത് അതുപോലെയുള്ള പ്രിൻറ്റുകൾ കിട്ടിയിട്ടില്ല. ഇത്തവണ നമുക്ക് കിട്ടിയ പ്രിൻറ്റുകളെല്ലാം ഒന്നിനൊന്നും മെച്ചെന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ്, അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റുകളാണ്. ഇപ്പോൾ ഈ പാച്ച് വർക്കൊക്കെ ചെയ്യാനായിട്ട് നെക്ക് പോർഷനിലും അതുപോലെ ഇപ്പോൾ നമ്മളൊരു പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയതിന് ശേഷം നല്ലൊരു അംബ്രല്ല കുർത്തി അടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡറൊക്കെ വെച്ച് കൊടുത്ത് അതിമനോഹരമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഒരു കുർത്തീനെ നല്ല രീതിയിൽ അജ്രക്കിൻ്റെ ഈ ഒരു ഇതൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് പാച്ചസ്, നെക്ക് പാച്ചസ് അല്ലെങ്കിൽ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ മിറർ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട്. അപ്പോൾ ഒറ്റ പീസ് വാങ്ങിച്ചാൽ മതി. 3 മീറ്ററിൻ്റെ ആ ഒരു പീസാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 ഇഞ്ചോ 7 ഇഞ്ചോ കൊടുത്ത് നമുക്ക് ആ ഒരു കുർത്തിയുടെ താഴ്ഭാഗത്ത് ബോർഡർ കൊടുത്താൽ മതി. പിന്നെ യോക്ക് പോർഷനിലും അവർ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മളിപ്പോൾ അത് നമുക്ക് ഡിസൈൻ ചെയ്ത ആ ഒരു കുർത്തി കാണുമ്പോൾ ഇത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു അത്ഭുതം തോന്നിപ്പോകും. അത്ര മനോഹരമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതാണ്. ഒറ്റ പീസ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് 1, 2, 3 കുർത്തിക്കോ അല്ലെങ്കിൽ ഒരുപാട് കുർത്തികൾക്ക് നമുക്ക് യോക്ക് നമുക്ക് മിറർ വർക്കൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. യോക്കിനും സ്ലീവിനും മാത്രം കൊടുത്താൽ മതി, സ്ലിറ്റഡ് കുർത്തീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് പ്ലെയിൻ കോട്ടൻ്റെ തന്നെ നമുക്ക് ഈ മാക്സി മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ ആ പ്ലെയിൻ കോട്ടൻ്റെ മാക്സി മെറ്റീരിയൽസിൽ നമുക്ക് യോക്ക് പോർഷനിൽ നമുക്ക് ഇതുപോലെ ഡിസൈൻ കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ അജ്രക് പ്രിൻറ്റുകൾ വെച്ചിട്ട് അടിപൊളിയായിരിക്കും അതൊക്കെ. പിന്നെ ദാവണി സ്റ്റിച്ച് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റൈൽ ചെയ്തത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ പല പല രീതിയിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അജ്രക് പ്രിൻറ്റിൽ വരുന്ന ഓരോ ഇത് കേട്ടോ. പല പല രീതിയിൽ നമുക്ക് കാണാം. ഈ സോഷ്യൽ മീഡിയാസിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നല്ല പ്രിൻറ്റുകളിൽ ഇറങ്ങുന്നത് കൊണ്ട് ഈ മാക്സി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പോസ്റ്റലിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോസ്റ്റൽ ഇപ്പോൾ ഇത്തിരി ടൈറ്റാണ് എല്ലാവരും. അതുപോലെ തന്നെ DTDC അതെ കേട്ടോ. എനിക്ക് തോന്നുന്നത് DTDC ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കിട്ടണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഈ തിരക്ക് കൂടുതലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും മാക്സിമം നിങ്ങളുടെ കിട്ടുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ പാക്ക് ചെയ്ത് നമ്മൾ എല്ലായിടത്തും അയക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ പെട്ടെന്ന് കിട്ടാനായിട്ട് ചെയ്യാവുന്നത് DTDC അല്ലാന്നുണ്ടെങ്കിൽ പാഴ്സൽ സർവീസ് ആയിരിക്കും. പാഴ്സൽ സർവീസ് പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ABT ഉണ്ട്, അതുപോലെ തന്നെ APS ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊരു പിന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതല്ല. പക്ഷെ നമ്മൾ അതിനെ നമ്മളൊന്ന് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഇതുപോലെയൊക്കെ നമ്മളൊരു ബോട്ടം അല്ലെങ്കിൽ ടോപ്പായിട്ടോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരിക്കും? നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് വലിയ പൂക്കളുള്ളത്, നല്ല വണ്ണമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പൂക്കൾ നമുക്ക് ബോട്ടം ആയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഡോട്ട്സിൻ്റെത് നമ്മൾ ടോപ്പ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് യോക്ക് പാർട്ടിലൊക്കെ വീനൊക്കെ നമുക്കിത് യോക്ക് പോർഷനിൽ ഇതിൻ്റെ വലിയ പ്രിൻ്റുള്ള അതിൻ്റെ പീസ് ഒക്കെ വെച്ചിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. വീനൊക്കെ വയ്ക്കാം, കോളറിനൊക്കെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡോട്ട്സിൻ്റെത് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാക്കാം. എന്താണെന്ന് വെച്ചാൽ വലിയ പൂക്കളുള്ളത് ടോപ്പായിട്ട് യൂസ് ചെയ്യാം, താഴെ ബോട്ടം ഈ ഡോട്ട്സ് ഉള്ളത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന അതേപോലെ തന്നെ അത് നമ്മൾ സ്റ്റൈൽ ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിവിടെ മിക്സ് ആൻഡ് മാച്ചിൻ്റെത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അത് തന്നെ എടുക്കണമെന്നുള്ളത്. ഞങ്ങൾക്ക് ഒരു ബ്ലൂ കാണുമ്പോൾ വേറെ ഒരു ഡിസൈൻ ചോദിക്കാറുണ്ട്. നമുക്കത് നഷ്ടമാണ്, എങ്കിലും ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് നല്ല ഭംഗിയായിട്ട് നമുക്കതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം അപ്പോൾ ഈ പിങ്കിൽ കണ്ടില്ലേ, പിങ്കും അതുപോലെ ഡോട്ട്സിൻ്റെ ഒരു
ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്യാം. നമുക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം, അടിപൊളിയായിരിക്കും അല്ലേ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത്രയ്ക്ക് നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു പിങ്ക്. ഇപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്കത് ബോട്ടായിട്ടോ അല്ലെങ്കിൽ ടോപ്പായിട്ടോ ഒക്കെ നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ. ടോപ്പ് അടിച്ചിട്ട് നമുക്ക് ഈ പിന്നെ വലിയ പൂക്കളുള്ള ആ ഒരു പ്രിൻ്റ് നമുക്ക് കൊടുത്ത് പിന്നെ വീനെക്ക് അല്ലെങ്കിൽ നമ്മുടെ വീനെക്ക് തന്നെ വന്നിട്ട് നമുക്ക് ഫ്രില്ല് വെച്ചിട്ട് യോഗ് പാട്ടിൽ അങ്ങനെ ഒരു കുർത്തി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള വൈറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റേണിറ്റി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. അവർ കുറേ ഈ ഡോട്ട്സിൻ്റെ എടുത്തു കേട്ടോ, അവർക്ക് പല പല കളേഴ്സിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്ട്രൈപ്സിൻ്റെ ഒന്നും എടുത്തില്ല, അവർക്ക് ആ ഈ ഡോട്ട്സിൻ്റെയാണ് കൂടുതലായിട്ട് അവരെടുത്തത്. കാര്യം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൊടുത്താലാണ് നമുക്ക് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷെ അവരിങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്തു. അതല്ലാതെ നമുക്കിത് രണ്ടും കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ യോഗ് പോർഷനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ആ ഫ്രില്ല് വരുന്ന രീതിയിലുള്ള ആ വീനക്ക് വെച്ചിട്ട് തയ്ക്കുക, കുർത്തിയൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്ട്രൈപ്സ് വരുന്നത് ആ നെക്ക് പാർട്ടിൽ നമ്മൾ ആ വീനക്ക് കൊടുക്കുന്നത് ആ സ്ട്രൈപ്സിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് കൊടുക്കുക, ബാക്കിയുള്ളതെല്ലാം ഡോട്ട്സും കൊടുക്കുക ടോപ്പ്. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇതെല്ലാം അജ്രക്കിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഇപ്പോൾ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്താണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേരത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 6 ആക്ക് വരുന്നതും ഇത് രണ്ടുമൊക്കെ നമുക്ക് അത് കോമ്പിനേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്കതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതെല്ലാം യോക്കിൽ നമുക്ക് മിറർ വർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രിൻ്റാണ് ഈ ചെറിയ ചെറിയ പ്രിൻ്റുകൾ കേട്ടോ. അതിലുള്ള ഓരോ പ്രിൻറ്റിലും നമുക്ക് മിറർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബീഡ്സ് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീഡ്സ് വർക്ക് ഇപ്പോൾ ഈ റൗണ്ടിലുള്ള ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റിലും ബീഡ്സ് വർക്ക് കൊടുത്ത് അതിനെ യോക്കിൽ പാച്ച് വർക്ക് ചെയ്ത് അജ്രക്കിൽ വരുന്ന പ്രിൻ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. അവർ ഈ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരേ പ്രിൻറ്റിൽ ഒരേ കളറിലുള്ളത് 3 4 വീതമൊക്കെ എടുക്കുക അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്കൊരു ബണ്ടിൽ 4 വരുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഞാൻ ചോദിച്ചു അത് അങ്ങനെ എന്താ ഇങ്ങനെ, അത് തയ്ക്കാൻ വേണ്ടിയിട്ടല്ല, അതിന് പാച്ച് വർക്ക് ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. നെക്കിൻ്റെ പാച്ച് വർക്ക് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പാച്ച് വർക്ക് ചെയ്ത് ഈ ഒരു നെക്ക് പാർട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതാണെന്നാണ് പറഞ്ഞത്. അവർ ബീഡ്സ് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ മിറർ വർക്കും ചെയ്തിട്ടാണ് ചുരിദാറായാലും കുർത്തി അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവർ ഡിസൈൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്കാണ് എൻ്റെ അടുത്തു നിന്നുള്ള കൂടുതൽ കസ്റ്റമേഴ്സും സ്റ്റിച്ചിങ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ഐഡിയ ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് നല്ല ഭംഗിയുള്ള പ്രിൻ്റുള്ള ഈ അജ്രക്ക് പ്രിൻ്റുകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പാച്ച് വർക്ക് നെക്ക് പാച്ചസ് ഒക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന പ്രിൻ്റുകൾ കണ്ടു കഴിഞ്ഞാൽ വിടണ്ട കേട്ടോ. അപ്പോൾ അത് നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, നമുക്കൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് നമുക്കൊരു മാക്സി അടിച്ച് കൊടുത്താലും നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 100 രൂപയല്ലേ കിട്ടുള്ളൂ മാക്സിക്ക്. പക്ഷേ ഈ ഒരു ചെറിയ പാച്ച് വർക്കിൽ ഒരു കുറച്ച് ടൈം എടുത്ത് നമ്മൾ മിററോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് ചെറിയൊരു ബീഡ്സ് വർക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെക്ക് പാച്ചിന് മാത്രമായിട്ട് 100-120 രൂപയൊക്കെയാണ് കിട്ടുക. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കസ്റ്റമർ തന്നെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നിങ്ങൾ കൂടി അതൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയാണ്. അത് നന്നായിട്ട് നമുക്ക് പല രീതിയിൽ ഇപ്പോൾ റൗണ്ടിലേക്ക് പാച്ച് വർക്ക് കൊടുക്കാമല്ലോ. ഒരു സ്ക്വയറായിട്ട് നമ്മുടെ ഈ മെറ്റീരിയൽ 3 മീറ്ററാണ്. ആ 3 മീറ്റർ ഒരു 12 ഇഞ്ചോളം മതി നമ്മുടെ യോക്ക് പോർഷൻ വരിക. ഇപ്പം നമ്മുടെ ഷോൾഡറിൽ നമ്മൾ എന്തായാലും എടുക്കുന്നത് ഒരു ഷോൾഡർ കറക്റ്റ് ഒരു 14 അല്ലെങ്കിൽ 17 18 അത്രയൊക്കെയല്ലേ വരുള്ളൂ. അപ്പോൾ ഒരു 12 ഇഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നന്നായിട്ടൊരു യോക്കിൽ പാച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കപ്പോൾ ഒരു തുണിയിൽ നിന്ന് തന്നെ 3 മീറ്ററിൻ്റെ ആ ഒരു തുണിയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടംപോലെ നെക്ക് പാച്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പല രീതിയിലാണ് ഓരോന്നും നമ്മളതിനെ മാറ്റിയെടുക്കുന്നത്.
അപ്പോൾ ചിലത് നമ്മൾ അതിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് ഒരു മാക്സി അടിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 100 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസ് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സെയിം ക്ലോത്തിൽ നിന്ന് തന്നെയാണെന്ന് ഓർക്കണം നമുക്ക് കിട്ടുന്നത്. ഒരു ചെറിയ 12 ഇഞ്ചിൻ്റെ ഒരു നെക്ക് പാച്ചിൽ നിന്ന് കിട്ടുന്നത് 120 രൂപയാണ്. അപ്പോൾ അത് നല്ലൊരു ഐഡിയ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കുർത്തികൾക്കാണ് കൂടുതൽ നെക്ക് പാച്ചസ് പോണത്. പക്ഷേ നമുക്ക് മാക്സികളാണേലും കുറച്ചുകൂടി നല്ല ലുക്ക് തരാൻ വേണ്ടിയിട്ട് നമുക്ക് നൈറ്റികൾക്കും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ അറിയാവുന്ന എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന അവർ നിങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഓരോരോ പാച്ചസും ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമ്മൾ ഒരു ചെറിയ എംബ്രോയ്ഡറി വർക്ക് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചെറുതായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് ഒരുപാട് പൈസയൊന്നും ആവില്ല. അപ്പോൾ അജരക്കിൻ്റെ ക്ലോത്തിൽ ചെയ്യാവുന്ന ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു കാര്യമാണ് നെക്ക് പാച്ചസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ കുർത്തിക്കും അതുപോലെ ക്രോപ്പ് ടോപ്സിനൊക്കെ മിക്കവാറും ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ അജരക്കിൻ്റെ ഈ ഒരു പ്രിൻ്റ് വെച്ചിട്ട് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒത്തിരി പേരും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക. ചിലവർക്ക് അവരുടെ ഏരിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്, ഭയങ്കര കോമ്പറ്റീഷനാണെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ് ചാർജ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുകൂടി ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. അവർ നമ്മുടെ റിവ്യൂ കണ്ടാണേലും കമൻറ്റ് കണ്ടാണേലും ഓരോരുത്തരും അവരവർക്ക് കിട്ടുന്ന ഐഡിയകളും കാര്യങ്ങളെല്ലാം ഓരോരുത്തർക്കും എന്തെങ്കിലും പ്രയോജനപ്പെടുവാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ഇപ്പോൾ മാക്സി മാത്രം അടിച്ച് കൊടുക്കുന്നവരാണ് കൂടുതലെന്ന് പറഞ്ഞു. മാക്സിക്കാണെങ്കിൽ പിന്നെ തീരെ റേറ്റ് കുറവാണ്. അവർക്ക് മാക്സി അടിച്ചാൽ 80 രൂപ കിട്ടുന്നത് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. 80 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ഇതല്ലേ ഉള്ളൂ. പക്ഷേ അതപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ അത് മാറ്റി നിങ്ങൾ കുർത്തിയിലേക്കോ ക്രോപ്പ് ടോപ്സിലേക്കൊക്കെ ആയി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൾക്കായിട്ട് നമുക്കൊരു ഓർഡർ കിട്ടുവാണെങ്കിൽ പ്രശ്നമില്ല. ബൾക്ക് ഓർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അത്രയും എത്ര കിട്ടിയാലും നമുക്കത് ലാഭമാണ്. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ആകുമ്പോൾ 30 എണ്ണോ 40 എണ്ണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ബൾക്കായിട്ട് ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ മറ്റിടത്ത് കൊണ്ടുപോയി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യണത്. അപ്പോൾ അവർക്കതിന് പ്രശ്നമൊന്നുമില്ല. അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമാവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വല്ലപ്പോഴുമാണ് കിട്ടുന്നുള്ളൂ എന്നാണ് പറയണത്. അങ്ങനെ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയനാട് അങ്ങനെ മലപ്പുറം ഭാഗത്തേക്കുള്ളവർ ഒത്തിരി പേര് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് കൊറിയർ ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. തിരിച്ച് നമുക്കത് ഇങ്ങോട്ട് തന്നെ അയക്കുകയും വേണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലുകളെല്ലാം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയയ്ക്കുക. കുറച്ച് പേർക്ക് നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനും എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാൻ അറിയാവുന്നവർ നെക്ക് പാച്ചസ് ഒക്കെ ഉണ്ടാക്കി അത് നിങ്ങളുടെ കുർത്തി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ മാക്സി അടിക്കുമ്പോഴൊക്കെ അതിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അതിന് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി സ്റ്റിച്ചിങ് ഒക്കെ ഒന്ന് നന്നായിട്ട് കൊണ്ടുവരിക. പിന്നെ മാക്സി അടിക്കുന്നവർക്ക് തീരെ ലാഭമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുക, സ്റ്റാറ്റസ് ഇടുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ഇതായി.